ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിന് നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. കാലം ഏറെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുക. എന്തോരു കണ്ടുപിടുത്തങ്ങളാണ്, എന്തെല്ലാം അനുഗ്രഹമാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുക. മനുഷ്യബുദ്ധി കൊണ്ട് തന്നെയാണോ ഇതൊക്കെ നേടിയെടുത്തതെന്ന് നമുക്ക് ഒരുപക്ഷെ അതിശയത്തോടെ നമ്മൾ നോക്കി നിന്നു പോകും. അത്രമേൽ അനുഗ്രഹം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അറിവിന് അറിവ്, സമ്പത്തിന് സമ്പത്ത്, എല്ലാം കൊണ്ടും കൃപയുള്ള ഒരു ജീവിത ശൈലിയിലൂടെയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ആധുനിക തലമുറയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു രോഗം അത് ആകുലതയാണ്. അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും മനുഷ്യൻ ആകുലപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രമേൽ അനുഗ്രഹങ്ങളൊന്നുമില്ലാതിരുന്ന, കാടിനോടും മലമ്പാമ്പിനോടും മലമ്പന്നിയോടുമൊക്കെ മല്ലിട്ടുകൊണ്ട് ജീവിതത്തെ ഓരോ ദിവസവും കെട്ടിപ്പടുക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പൂർവികർക്ക്, അപ്പനപ്പൂപ്പന്മാർക്ക് ആകുലത എന്ന് പറയുന്നത് പോലും അവർക്കറിയത്തില്ല. ഇന്നെന്തൊരു കഷ്ടമാണല്ലേ. ഡിപ്രഷനായിട്ട് തകർന്നിരിക്കുകയാണ് മനുഷ്യൻ. ഒരു പരീക്ഷയിൽ തോറ്റാൽ മതി, ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ മതി, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക, ഒരു രോഗപീഠ വരിക, അപ്പോഴേക്കും മനുഷ്യൻ തകർന്ന് തരിപ്പണമായി പോവുക. ഇന്ന് ഏറ്റവും അനുകൂലമായ വചനമാണ് നമുക്ക് ധ്യാനിക്കാൻ കിട്ടിയിരിക്കുക. വചനം പറയാണ്, ജീവൻ ഭക്ഷണത്തെക്കാളും ശരീരം വസ്ത്രത്തെക്കാളും ഉപരിയാണ്. ജീവൻ ഭക്ഷണത്തെക്കാളും ശരീരം വസ്ത്രത്തെക്കാളും ഉപരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അധ്വാനിക്കുന്ന പലപ്പോഴും ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അധ്വാനിക്കുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജീവനെക്കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ്. ആ ശരീരത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ്. അത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. ഒരു നിമിഷം പോലും മുമ്പോട്ടോ പുറകോട്ടോ മാറ്റാൻ കഴിയാത്ത മനുഷ്യ, നീ എന്തിനാണ് ആകുലപ്പെടുന്നത് എന്ന് ഈശോ ചോദിക്കുക. ഏറ്റവും നിസ്സാരമായ നിന്റെ ജീവനെ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആകുലപ്പെടുന്നത്? നീ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്, ഓടുന്നത്? തീർച്ചയാണ് നമുക്കൊക്കെ അധ്വാനിക്കണം. നാളെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങൾ വേണം, സ്വപ്നങ്ങൾ വേണം. നാളെക്കുറിച്ച് നമ്മൾ അധ്വാനിക്കണം, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് വേണം. പക്ഷേ ഈശോ പറഞ്ഞതൊന്നുമല്ല. എന്തിനാണ് നീ നാളെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ആകുലപ്പെട്ടതുകൊണ്ട് നിന്റെ ആയുസ്സിൻ്റെ മുഴം ഒരു തരിയെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റുമോ എന്ന് ഈശോ ചോദിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താ വിഷയം എന്നറിയാവോ? നമ്മളിങ്ങനെ ഭൗതികതയിൽ ഒതുങ്ങി പോവുകയാണ്. ഭക്ഷണം അതൊരു സൂചനയാണ്. നമുക്ക് കഴിക്കാനുള്ളതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, നമുക്ക് നേടിയെടുക്കാനുള്ളതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഈ ജീവൻ ദൈവത്തിൻ്റെ സമ്മാനമാണ്, നമ്മൾ മറന്നുപോവുക. ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ജീവൻ. ഈ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നതൊക്കെ. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മൃതനാണ്, അല്ലേ? മൃതനായിട്ടുള്ള ശരീരത്തിന് എന്ത് മേന്മയാണ് നമുക്ക് കൊടുക്കാനുള്ളത്? അതുകൊണ്ട് ഈശോ ഈ വചനത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം നിനക്കുണ്ടാകട്ടെ. അത് സമ്പാദിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ സൽപ്രവൃത്തികൾ മൂലമാണ്, നമ്മുടെ അധ്വാനങ്ങൾ മൂലമാണ്. ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് സ്വർഗത്തിൽ നിത്യമായ സമ്മാനത്തിന് അർഹമാക്കപ്പെടുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആകുലത നമ്മളെ ഒരു പരിധി വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, നമ്മുടെ ഭാവി ജീവിതങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തോ ഒരു മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. നിസ്സാര കാര്യം മതി. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, തമ്മിത്തല്ലിലേക്ക് പോകുന്നത്, തകർന്നു പോകുന്നത്, ജീവിത ബന്ധങ്ങൾ ഒഴിവായി പോകുന്നത്, വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത്, ഇതെല്ലാം ഒരു പരിധി വരെ ഭൗതികതയിൽ നമ്മൾ കെട്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആത്മാവിനെ നമ്മൾ മറന്നിരിക്കുകയാണ്. സൗന്ദര്യം നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ മൃഗങ്ങളെ തുല്യമായി ജീവിക്കുകയാണ്. ഭൗതികതയുടെ സൗന്ദര്യങ്ങളല്ല മനുഷ്യനെ സൗന്ദര്യമുള്ളതാക്കുന്നത്, അത് ആത്മാവാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ നിത്യമായ സമ്മാനത്തിന് വേണ്ടി അധ്വാനിക്കണം. നിന്റെ സ്വർഗീയ സമ്മാനത്തിന് വേണ്ടി നീ അധ്വാനിക്കണം. നിന്റെ ആത്മാവ് പുഷ്ടിയുള്ളതായി തീരണം. ആത്മാവിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി നീ അധ്വാനിക്കണം. അപ്പോഴാണ് ഒടുങ്ങാത്ത നിക്ഷേപം നിനക്ക് സ്വർഗത്തിൽ സ്വരുക്കെട്ടാൻ പറ്റും. ബാക്കിയെല്ലാം തകർന്നു പോകും. ഒരു സുനാമി വന്നാൽ, ഒരു പ്രളയം വന്നാൽ, ഒരു കൊടുങ്കാറ്റ് വീശിയാൽ, ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ, ഒരു വാഹന അപകടത്തിൽ തകർന്നു പോകുന്ന ജീവിതമാണ്.
എന്നാൽ അതിനപ്പുറത്തേക്ക് അവശേഷിപ്പിക്കാനുള്ള ചില തിരുശേഷിപ്പുകൾ സ്വരുക്കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ. അതിന് ആകുലതയല്ല വേണ്ടത്, നല്ല തീരുമാനങ്ങളുള്ള മനസ്സ്, നല്ല ഐശ്വര്യമുള്ള ജീവിതം, നല്ല സൗന്ദര്യമുള്ള ആത്മാവ്. അതാണ് നമ്മളെ ഈ ഒരു ഓർമ്മയിലേക്ക്, ഒരു തിരുശേഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ആകുലതകളില്ലാതെ ജീവിക്കുവാൻ, ദൈവം നൽകുന്നതെല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാൻ, നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെയ്യുന്നതിനിടയിൽ തകർന്നു പോകുന്ന ജീവിതങ്ങൾക്കിടയിൽ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവമേ ആത്മാവിൽ കരുത്തുള്ളതായി സ്വർഗീയ പ്രത്യാശയോടെ ജീവിക്കുവാൻ കരുത്തേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.